ഹുസൈൻ സലഫി ആ വിഷയം ചർച്ച ചെയ്യരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുഞ്ഞത്ത് താലിബിൽ മഹദി യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. അത് ബാഹ്യമായി നിങ്ങൾ പറഞ്ഞപ്പം ഹുസൈൻ സലഫി പറഞ്ഞത് ഇറങ്ങി വരുന്ന ഇറങ്ങി വരും. കുഞ്ഞത്ത് താലിബിൽ മഹാനായ മഹദി യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത് ആ വിഷയം ബാഹ്യമായ അർത്ഥം വെച്ചുകൊണ്ട് അങ്ങനെയാണ് അംഗീകരിക്കലാണെന്നാണ്. അള്ളാന്റെ ഹബീബിന്റെ മുബാറക്കായ ഹദീസുകൾ സ്ഥിരപ്പെട്ടാൽ അത് അങ്ങനെയാണ് അംഗീകരിക്കുക. അള്ളാന്റെ കലാമിൽ നിന്ന് മുബാറക്കായ കലാമിൽ നിന്ന് അങ്ങനെ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ അനുസരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഈ വിഷയം ഇന്ന് തുടങ്ങിയതല്ല. അബ്ദുറഹ്മാൻ സലഫിയായ വാഴക്കാട് ആ ചർച്ച മുജാഹിദിന്റെ പണ്ഡിതന്മാർ ഉപേക്ഷിച്ചിരുന്നു. പിന്നീട് പേരോർ സഖാഫിയും AP വിഭാഗത്തിലെ പണ്ഡിതന്മാരാണ് ഈ വിഷയം ചർച്ചയായിട്ട് സദസ്സിൽ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. മനസ്സിലാക്കിയെടുത്തുള്ള തകരാറാണ്. ഹുസൈൻ സലഫിക്ക് വാഴക്കാട് വെച്ച് അബ്ദുറഹ്മാൻ സഖാഫ് പഠിപ്പിച്ചത് കൊണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ മുജാഹിദി ചർച്ച വിട്ടിരുന്നു. പക്ഷെ പിന്നെ 2004, 2001 ജൂൺ 4 മുജാഹിദുകൾ പുലിക്കലിലെ മുജാഹിദ് കോളേജിൽ ചേർന്ന യോഗത്തിൽ വെച്ച് വീണ്ടും തീരുമാനമെടുത്തു. അതാ കുഴപ്പം. ഈ പുസ്തകത്തിലുണ്ട്. ഏത് അള്ളാഹ്ക്ക് ഇനി മുതൽ തൗഹീദ് എന്ന് പറയണമെങ്കിൽ മൂമിനാണെങ്കിൽ ആൾ എന്താവണം, കാഫിർ വിശ്വാസി ആവണമെങ്കിൽ തൗഹീദുള്ളവനാണെങ്കിൽ കൈയുണ്ട്, കാലുണ്ട്, അവയവമുണ്ട് എന്ന് വിശ്വസിക്കണമെന്ന് നിങ്ങൾ പഠിപ്പിച്ചു. അതിനെ ഞങ്ങൾ എതിർക്കേണ്ടി വന്നത് കണ്ടോ. ഈ പുസ്തകത്തിൽ കാണാം. മുജാഹിദിന്റെ എല്ലാ പുസ്തകവും ഞങ്ങളെയൊക്കെ അത് സംബന്ധമായിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ സക്കരിയ സലാഹിയുടെ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം ഈ പുസ്തകത്തിൽ എന്നാ ഇറങ്ങിയത് നിങ്ങൾ നോക്കി. 2004 സെപ്റ്റംബറിൽ ഇറങ്ങിയതാ ഫസ്റ്റ് എഡിഷൻ. അതിൽ കാണാം സക്കരിയ സലാഹിന്റെ 25ാമത്തെ പേജിൽ പറയുന്നത് കാണാം. എന്താ? അള്ളാഹുവിന്റെ കൈകളെ കുറിച്ച പരാമർശം. അള്ളാഹുവിന് ശക്തവും ഔദാര്യപൂർണവുമായ 2 കൈകൾ ഉണ്ട് എന്നത്രേ നമ്മുടെ വിശ്വാസം. എന്നിട്ട് പറയുന്നതോ അള്ളാഹുവിന്റെ 2 കൈകളും വലം കൈയാണെന്നും അഥവാ അവന് ഇടതു കൈ ഇല്ല എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. നോക്ക് നിങ്ങൾ, ഇത് മുജാഹിദിന്റെ സക്കരിയ സലാഹ് ഇപ്പോഴത്തെ നേതാവ് എഴുതിയതാണ്. ഇത് നിങ്ങൾക്കറിയോ? മുജാഹിദിന്റെ തന്നെ പഴയകാല നേതാവ് എഴുതി വെച്ചത് ഫതാവ അൽമനാർ 1952 ജനുവരി 20 ഇറങ്ങിയ മുജാഹിദിന്റെ മുഖപത്രം അൽമനാറിൽ പറയുന്നുണ്ടാ, ഇങ്ങനെ വിശ്വസിക്കുന്നവൻ, അള്ളാഹ്ക്ക് കൈയുണ്ട്, കാലുണ്ട് ഇതൊക്കെ വിശ്വസിക്കുന്നവൻ, ഭാഗമുണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ കാഫിറാകുന്നു എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. സുന്നികളും മുജാഹിദിനെ കാഫിറാക്കി എന്ന് പറയണ്ട. ഇത് മുജാഹിദിന്റെ മുഖപത്രമാണ് അൽമനാർ. അതിൽ ഫതാവ അൽമനാർ കണ്ടില്ലേ? ഇതിൽ പറയുന്നത് എന്താ? ഇങ്ങനെ അള്ളാഹുവിന് ഭാഗമുണ്ടെന്നോ ജഡമുണ്ടെന്നോ ഒക്കെ വിശ്വസിക്കുന്നവൻ കാഫിറായ മുർത്തദിയാകുന്നു. ഇത് മുജാഹിദ് 952 എഴുതി വെച്ചു. പിന്നെ 2004 യോഗം കൂടി തീരുമാനിക്കുകയാണ്. എന്ത്? കൈയുണ്ട്, കാലുണ്ട്, ഭാഗമുണ്ട്, അവയവമുണ്ട്, കണ്ണുണ്ട്, 2 കൈയും വലതുഭാഗത്തോ ഇടതുഭാഗത്തോ. ഇതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യേണ്ടി വരുന്നത്. മുജാഹിദുകൾ നിർത്തിവെച്ചിരുന്നു. അപ്പൊ ഞങ്ങളും തന്നെ എന്താ ഒരു നന്നായല്ലോ എന്ന് കരുതിയിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും തുടങ്ങി മുജാഹിദ്. പിന്നെ ഞങ്ങൾക്ക് പറയാൻ എന്താ ചെയ്യാ? അതാണത്തെ പ്രശ്നം. നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് സഹോദര. നിങ്ങൾ ആ കേസറ്റ് മാത്രമേ കേട്ടിട്ടുള്ളൂ. അതിന് അപ്പുറപ്പുറമുള്ളത് നിങ്ങൾക്ക് ആ കേസറ്റിന്റെ അപ്പുറപ്പുറം എന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് പൂർണ്ണമായി അറിയാത്തത് കൊണ്ടാണ് എന്റെ സഹോദരൻ ആ ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത്.